ഇവനെന്തിനാ എന്നെ ഇങ്ങനെ കിടന്ന് അടിക്കുമെന്ന് പറഞ്ഞില്ല ഗൈസ്. ഇവന്മാരെ തലയിൽ ഈ കാട് കെട്ടി കളിക്കലാണ് ഇന്നത്തെ പരിപാടി. അപ്പളെ വീട്ടിൽ നിന്ന് പറഞ്ഞത് മൂന്നാളെയും കൂടി ഒന്നിച്ചു പോകണം. ഇതൊക്കെ എന്റെ ഇതിന് വലിയ ആൾക്കാരെയും കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞ ഫുൾ കോൺഫിഡൻസിലോടെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അടുത്തന്നെ ഉള്ള ഒരു സലൂണിലേക്ക് കണ്ടു ഗൈസ് മുടി വെട്ടാൻ പോയത്. വേൾഡ് കപ്പ് നടക്കാനുണ്ട് എന്നെ ഫുൾ ഫുട്ബോൾ മായാണ്. നിങ്ങളെ ഫേവറേറ്റ് ടീം ഏതാന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. അങ്ങനെ അവിടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് കുർത്തകടിനുള്ളിൽ ഓരോരുത്തരെയും മുടി വെട്ടാൻ ഇരുത്താം. ഇക്കാരണ സ്റ്റൈലാണ് നമ്മൾ കാണിച്ചു. വീട്ടിൽ നമ്മുടെ 3 പെങ്ങന്മാർക്ക് ഒരേ ഒരു ആങ്ങളാണ്. അതുകൊണ്ട് ഓന്റെ മുടി വെട്ടില്ലെന്ന് പറയുമ്പോൾ വീട്ടിലൊരു സംഭവം തന്നെ. അന്നൊക്കെ നെയ്മർ കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹെയർ സ്റ്റൈലായിരുന്നു ട്രെൻഡിങ് ആയിരുന്നു. അമ്മ മുടി വെട്ടാൻ പറഞ്ഞാൽ ഓന് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ വീണ്ടും തിരിച്ചയച്ച് മുടി ഫുള്ളായിട്ട് മൊട്ടടിച്ച് വരാം. തിരിച്ചു പോയപ്പോൾ അവിടെ ആളില്ല, ഷോപ്പ് ക്ലോസ് ആയി നിങ്ങൾക്ക് കള്ള പറഞ്ഞോ വീണ്ടും വീട്ടിലേക്ക്. ഇന്ന് രാത്രി പിന്നെ ഉമ്മന്റെ വക ഒരു കത്രിക പ്രയോഗം ഉണ്ട്. പിന്നെ അടുത്ത ദിവസം മുടി മൊട്ടടിക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ സമയം ചെറുതാകുമ്പോൾ മൊട്ട തന്നെ ആയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ എല്ലാവരും മുടി കട്ട് ചെയ്ത് കഴിയാനായി. വെട്ടിയ മുടി ചെറുതായി പോയി എന്നുള്ളതിന് അടുത്ത പ്രശ്നം. പിന്നെ അത് കരച്ചിലായി അടിയായി. ഒരുവിധം 3 എണ്ണത്തിനും എങ്ങനെയൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു. അവരെ സങ്കടം മാറ്റാൻ കമന്റ് ബോക്സിൽ അടിപൊളിയാണെന്ന് കമന്റ് ചെയ്യോ ഗൈസ്.